മലയാളികൾ ഏറെ ലാക്കിയ ഒരു സിനിമയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയയിലടക്കം പ്രധാന ചർച്ചാ വിഷയം. അത് തന്നെ പരംസുന്ദരി. അടുത്ത കാലത്തൊന്നും ഈ സിനിമയ്ക്ക് ലഭിച്ച അത്രയും ട്രോളൊന്നും മറ്റൊന്നിനും കിട്ടിയിട്ടില്ലെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത്രയ്ക്കും കോളിളക്കമാണ് ഈ മുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മലയാളികളെ കളിയാക്കുന്നത് പോലെ ആയിപ്പോയി ഈ സിനിമ എന്ന കമന്റ് വരെ വന്നു കഴിഞ്ഞു. ജാൻവി കപൂറും സിദ്ധാർത്ഥ് മൽഹോത്രയും ആദ്യമായി ഒരുമിക്കുന്ന സിനിമയിൽ ജാൻവിയുടെ കഥാപാത്രം മലയാളിയായാണ്. ജാൻവിയുടെ മലയാളവും കഥാപാത്രത്തിന്റെ വേഷവിധാനങ്ങളുമാണ് പരിഹാസം ഏറ്റുവാങ്ങിയത്. അതിനൊപ്പം സിനിമയുടെ ടൈറ്റിലും ശ്രദ്ധിക്കപ്പെടുന്നു. എന്നാൽ സിനിമയെ വിമർശിച്ച വീഡിയോകൾ ചെയ്ത യൂട്യൂബർമാർക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കുമെതിരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇവർ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകിയത് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുകയാണ്. കലാപരമായ വിമർശനങ്ങളെയും പ്രതികരണങ്ങളെയും നിശബ്ദമാക്കാൻ ശ്രമിക്കുന്നതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ പ്രതിഷേധം ഉയരുന്നു. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആരോപണം ഉയരുന്നുണ്ട്. നിരവധി ഇൻഫ്ലുവൻസേഴ്സ് ചിത്രത്തിലെ ചില ദൃശ്യങ്ങൾ ഉപയോഗിച്ച് നടത്തിയ വിമർശനാത്മക വീഡിയോകൾക്കാണ് കോപ്പിറൈറ്റ് ക്ലെയിം ലഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സിനിമയിലെ മലയാളി കഥാപാത്രത്തെക്കുറിച്ചുള്ള അശാസ്ത്രീയമായ ചിത്രീകരണം, ഉച്ചാരണത്തിലെ പ്രശ്നങ്ങൾ, ശരീരഭാഷയിലെ അപാകതകൾ എന്നിവയെല്ലാം ചൂണ്ടിക്കാട്ടി ഇവർ വീഡിയോകൾ ചെയ്തിരുന്നു. എന്നാൽ സിനിമയുടെ ക്ലിപ്പുകൾ ഉപയോഗിച്ചുവെന്നാരോപിച്ച് അണിയറ പ്രവർത്തകർ നൽകിയ പരാതിയുമേൽ സോഷ്യൽ മീഡിയയിൽ അവ കോപ്പിറൈറ്റ് സ്ട്രൈക്കിന് വിധേയമാവുകയായിരുന്നു. അണിയറ പ്രവർത്തകരുടെ ഈ നീക്കം വിമർശനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. സോഷ്യൽ മീഡിയയിൽ പലരും ഇൻഫ്ലുവൻസർമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഇത്തരം നടപടികളെ ശക്തമായി എതിർക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം ഈ ചിത്രത്തിനെ പലരും വിമർശിച്ചെങ്കിലും ആളുകൾ കൂടുതൽ ചർച്ച ചെയ്തതും ശ്രദ്ധിക്കപ്പെട്ടതും മലയാളി ഗായികയും നടിയുമായ പവിത്ര മേനോന്റെ പ്രതികരണമായിരുന്നു. മലയാളികൾ എല്ലായിടത്തും മുല്ലപ്പൂവും ചൂടി മോഹിനിയാട്ടം കളിച്ച് നടക്കുന്നവരല്ല എന്നും എല്ലാവരെയും പോലെ സാധാരണ രീതിയിൽ സംസാരിക്കുന്നവരാണെന്നും പവിത്ര മേനോൻ പറഞ്ഞു. ഒരു മലയാളി നടിയെ കണ്ടെത്താൻ ഇത്ര ബുദ്ധിമുട്ടാണോ എന്ന തരത്തിൽ ഇൻസ്റ്റഗ്രാമിൽ പവിത്ര മേനോൻ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു. പവിത്രയുടെ വിമർശനം സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി. നിലവിൽ പവിത്ര പങ്കുവച്ച വീഡിയോയും കോപ്പിറൈറ്റ് പ്രശ്നം പറഞ്ഞ് നീക്കം ചെയ്തിരിക്കുകയാണ്. പക്ഷേ നടി വീണ്ടും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. റിലീസ് എന്ന ആമുഖത്തോടെയാണ് വീണ്ടും ആ വീഡിയോ പങ്കുവയ്ക്കപ്പെട്ടത്. ജാൻവി കപൂറിനോട് ഒരു വിദ്വേഷവും ഇല്ലെന്നും മലയാളത്തെ ഇങ്ങനെ മോശമാക്കരുതെന്ന അഭ്യർത്ഥനയുള്ളൂവെന്നും പവിത്ര പറഞ്ഞു വെക്കുന്നു.